വർഷം ഗേറ്റ് എഴുതി ഫെയിൽ ചെയ്ത ഒരാളാണ്. IAS ഒന്നും നമ്മളുടെ മൈൻഡിലേ ഇല്ല. അതൊരിക്കലും നമ്മളുടെ ഡ്രീമിന് പോലും നമ്മളൊരു ലിമിറ്റ് വെച്ചിരുന്നു. അങ്ങോട്ടൊന്നും ഡ്രീം ചെയ്ത് പോകണ്ട, അതൊന്നും കിട്ടില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ കളി ആകെ മാറി. നമുക്കൊന്ന് ആഗ്രഹം തോന്നും, പഠിച്ചാലോ അവിടെ. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം ഇട്ടത് അവിടെ നിന്നാണ്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഗേറ്റിന്റെ ആ ഒരു ട്രാക്കിലേക്ക് ആവുകയാണ് ചെയ്തത്. ഇത് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഓഫർ ലെറ്റർ ആണ്, എനിക്ക് അവിടേക്കുള്ള ഓഫർ ലെറ്റർ ആണ് വന്നേക്കുന്നത്. IIC ബാംഗ്ലൂരിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. ഇനി ഞാനത് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സ്റ്റേജിലാണെന്നുള്ള ആ ഒരു റിയാലിറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരടുത്ത് പോലും അത് പറയാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്. പക്ഷെ ഷിഫാനസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമാധാനമായി. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ കറക്റ്റ് ടൈമിൽ നമ്മുടെ ലൈഫിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചത് സിവിലിയൻസ് ആണെന്നാണ് പറയുന്നത്. ഹായ്, എൻ്റെ പേര് ആതിര ബൈജു. എൻ്റെ വീട് തിരുവല്ല, പത്തനംതിട്ടയാണ്. ഞാൻ BTech പഠിച്ചത് RIT കോട്ടയാണ്. ഞങ്ങളുടെ കോളേജിൽ സിവിലിയൻസ് ആണ് മിക്ക ടെക് ഫെസ്റ്റിലും അവർ വരാറുണ്ട്. ഒരു ക്വിസ് നടത്തിയിരുന്നു. അപ്പം അതിലൊരു ടെക് ഫെസ്റ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഗോകുൽ സാറിനെ മീറ്റ് ചെയ്തത്. അപ്പം അന്നേരം ഫൈനൽ ഇയർ പഠിക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണേലും അങ്ങനെ പ്ലേസ്മെൻ്റ് ഒന്നും ഞാനൊട്ട് പങ്കെടുത്തുമില്ല. അങ്ങനെ ഞാൻ പ്ലേസ്ഡ് ആയില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷനായിരുന്നു, ഇനി ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, എവിടെ പോകും, എന്തെങ്കിലും കോച്ചിങ്ങിന് പോകണോ, അതോ ഇനി ഞാൻ തുടർന്ന് പഠിക്കണോ, അങ്ങനെ ഫുൾ ഡൗട്ടായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഗോകുൽ സാറിനെ മീറ്റ് ചെയ്തത്. അപ്പോൾ സാറിനോട് ഇങ്ങനെ നമ്മുടെ അപ്പോഴത്തെ ടെൻഷൻസൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആതിര ഗേറ്റ് കോച്ചിങ്ങിന് നമ്മൾ വന്ന് ജോയിൻ ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും നമ്മളൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ എക്സാംസൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമുക്കൊരു ഫ്രീ ടൈം കിട്ടി. അപ്പം സിവിലിയൻസിൻ്റെ വീഡിയോസും മറ്റ് ക്ലാസ്സസൊക്കെ നമ്മൾ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിലും വീഡിയോയിലൂടെ ആണെങ്കിലും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ ഗേറ്റ് കോച്ചിങ്ങിന് ഗേറ്റ് ഡയറക്റ്റ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സിവിലിയൻസിൽ എത്തിപ്പെട്ടത്. ഹായ്, എൻ്റെ പേര് ഹരിത. ഞാൻ വർക്കലയിൽ നിന്ന് വരുന്നു. ഞാൻ BTech എടുത്തത് CET എന്നാണ്. ഞാൻ സിവിലിയൻസിനെ പറ്റി അറിഞ്ഞത് കോളേജ് ഫെസ്റ്റ് എന്നാണ്. ഞങ്ങളുടെ കോളേജ് ഫെസ്റ്റിൻ്റെ മിക്കവാറും സിവിലിൻ്റെ ഫെസ്റ്റിൻ്റെ സ്പോൺസേഴ്സ് സിവിലിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സിവിലിയൻസിൻ്റെ പേര് കേൾക്കുന്നത്. പിന്നീട് ഇവിടെ സിവിലിയൻസിൻ്റെ മെയ്സിൻ്റെ അങ്ങനെ ഞാൻ കുറേ അടുത്ത് ഇങ്ങനെ ബോർഡ്, അഡ്വർടൈസ്മെൻറ്റ്, പോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ കണ്ടാണ് ശരിക്കും സിവിലിയൻസിനെ പറ്റി അറിഞ്ഞാൽ. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് 2-3 പേര് സിവിലിയൻസിൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സിവിലിയൻസ് ആദ്യമായിട്ട് കേട്ട് പരിചയപ്പെട്ട് വരുന്നത്. പിന്നെ സിവിലിയൻസിൽ വരാൻ കാരണം ഇപ്പം ബാച്ചിൻ്റെ കാര്യം, BTechന് ശേഷം MTech അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ എയ്ക്ക് നോക്കുകയാണെങ്കിൽ സിവിലിയൻസ് ആയിരുന്നു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ പിന്നെ MTechന് പോകണമെങ്കിൽ ഗേറ്റും വേണമല്ലോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സിവിലിയൻസിൽ ഞാൻ വന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ സിവിലിയൻസ് ഗേറ്റ്+A ബാച്ച് ജോയിൻ ചെയ്യുമായിരുന്നു. സിവിലിയൻസിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പക്ക എക്സാം ഓറിയൻറ്റഡ് അങ്ങനത്തെ ടൈപ്പല്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ BTech കഴിഞ്ഞ പിള്ളേരല്ലേ. അപ്പം അങ്ങ് എന്താ പറയുക, ഒരു ലെവൽ വെച്ച് അങ്ങനെയല്ല, ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. മാത്രമല്ല ഇപ്പം ഗേറ്റ് ആണെങ്കിൽ ഗേറ്റ് ലെവൽ മാത്രം അങ്ങനെ ഒരു ഇതല്ലായിരുന്നു. ഇപ്പം ഗേറ്റ് ആയാലും A ആയാലും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ BTech പഠിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. എക്സാം വരുന്നു, പോയി എഴുതുന്നു, മാർക്ക് വരുന്നു, അങ്ങനെ ഒരു രീതിയായിരുന്നു. എന്താ പഠിച്ചതെന്ന് പിന്നെ എന്നോട് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. അത് കാരണം ഇപ്പോൾ BTech കഴിഞ്ഞിട്ട് ഇപ്പം സിവിലിയൻസിൻ്റെ മറ്റേ സൈറ്റിലായാലും ഇവർ ക്വസ്റ്റ്യൻസ് ഒന്നും വിടുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്ത അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുകയും ചെയ്യാറുണ്ട്, BTech കഴിഞ്ഞ ഒരാളല്ലേ ഞാൻ, പക്ഷെ എനിക്കത് ഒരു ഐഡിയ ഇല്ല എന്താ അതിൻ്റെ ആൻസർ എന്താ. പക്ഷെ ഇപ്പം അതിന് കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബേസിക് തൊട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏതായാലും ഷോർട്ട് കട്ട്സ് ആയാലും ശരി. ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഗോകുൽ സാറാ കയറിയ, പിന്നെ നിതിൻ സാറാ കയറിയ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല, ഞാൻ എത്ര ഇത് ചെയ്താലും ശരിയാവാത്തൊരു സബ്ജക്റ്റായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. എന്തൊക്കെയോ കാണാതെ പഠിച്ച അങ്ങനെ ഇതായിരുന്നു. ശരിക്കും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര എന്താ പറയുക, ആരെങ്കിലും ചോദിച്ചാൽ എന്താന്ന് പറയാനൊരു ഐഡിയ തന്നത് എനിക്ക് ഇവിടെ നിന്നായിരുന്നു. എന്ന് വെച്ചാൽ സാർ നന്നായിട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യും. ശരിക്കും
എനിക്ക് ഭയങ്കര ഡ്രൈ ആയി തോന്നിയ ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ. അതിന് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുള്ള സാറ്. പിന്നെ ജീവ മിസ്സിൻ്റെ ഷോർട്ട് കട്ട്സ്, പിന്നെ ജിഷ്ണു സാറിൻ്റെ ക്ലാസ്സൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് GT ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അത് ഇവിടെ വന്നതിന് ശേഷം അത് കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പം MTechന് പോകാനായാലും GT അങ്ങനെ ഒരു ഇതിലോട്ട് തിരിയാൻ തന്നെ എനിക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ളത് ഗോകുൽ സാറാണ്. പിന്നെ ഇവിടെ മെൻറ്റർഷിപ്പ് ഉണ്ട്. മെൻറ്റർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ അത്ര ഇതില്ലായിരുന്നു, പരിചയമില്ലാത്ത ഒരാൾ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ഈ സ്റ്റാർട്ടിങ്ങിൽ മെൻറ്റർഷിപ്പ് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചോദിക്കുന്നു, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ഒരു സമയമാകുമ്പോൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ ശരിക്കും അവരൊന്ന് ചോദിക്കുമ്പം നല്ല സമാധാനം തോന്നിയിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പം നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് ഇവർ പറഞ്ഞു തരും, പക്ഷെ എങ്ങനെ പഠിക്കണമെന്നുള്ളതും പറഞ്ഞു തരും. അതായിരുന്നു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ പഠിക്കാനുണ്ടല്ലോ, അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ രീതി ട്രൈ ചെയ്ത് നോക്കൂ. അത് ഫാക്കൽറ്റീസ് അല്ല ശരി, ക്ലാസ്സിൽ വന്ന് അവർ ഓരോരുത്തരും അവരുടെ ഓരോ രീതികൾ പറഞ്ഞു തരും. അപ്പം നമുക്ക് വർക്കൗട്ട് അല്ലെങ്കിൽ വേറെ രീതി ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അപ്പം അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് സിവിലിയൻസിലെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, ഒരു 2.5 മണിക്കൂറൊക്കെ ആയിരുന്നു ഞങ്ങൾക്കൊരു ഒറ്റ സെഷൻ വരുന്നത്. അപ്പം നമ്മളൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവുക എന്നുള്ളൊരു അവസ്ഥ നമുക്ക് വരാറില്ല. ഫാക്കൽറ്റീസ് ആണെങ്കിലും നമ്മളൊന്ന് ടയേർഡായി, കാരണം നമ്മളിത് ശ്രദ്ധിച്ചിരിക്കണം, നമ്മളുടെ ആവശ്യമാണല്ലോ പഠിക്കുക എന്നുള്ളത്. നമ്മൾക്ക് കുറേ ഇക്വേഷൻസ് എല്ലാം കിട്ടും, നമ്മളെ എക്സോസ്റ്റഡ് ആവുന്നു എന്നുള്ളൊരു പോയിന്റ് വരികയാണെങ്കിൽ അപ്പം തന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ ഫാക്കൽറ്റീസ് എല്ലാവരും, ഒരാളെന്ന് എടുത്തു പറയാൻ പറ്റില്ല, എല്ലാ ഫാക്കൽറ്റീസും അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയും, അല്ലെങ്കിൽ അവരുടെ തന്നെ ലൈഫിലെ ഓരോ എക്സ്പീരിയൻസസ് പറയും, അവരുടെ ടീച്ചിങ് കരിയറിലുള്ള കുറേ കഥകളൊക്കെ പറയും. നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, പഠിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനാണെങ്കിലും സാറുമാരോടുള്ള ഇഷ്ടവും നമ്മളെ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മെൻറ്റർഷിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മെൻറ്റർ അഞ്ജു മിസ് ആയിരുന്നു. അപ്പം മെൻറ്റർഷിപ്പ് എനിക്കൊരു രസമാണ്, കാരണം ഒരാളെ വിളിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കൊന്നും സംസാരിക്കാം, പിന്നെ ഇവിടുന്ന് പറയാം, അന്നേരം നമ്മൾ സമയം വേസ്റ്റ് ചെയ്യില്ല, ഇത് പഠിക്കണമെന്നൊക്കെ പറയെങ്കിലും നമ്മളന്നേരം ഇന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ കളയത്തുള്ളായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ ആദ്യത്തെ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിയ ആ ഒരു സമയം ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് ആൻസർ കിട്ടുന്നുണ്ട്, ആ ആൻസർ ഓപ്ഷനിലും ഉണ്ട്, പക്ഷെ അത് തെറ്റാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇതിനൊരു ഇക്വേഷനും ഉണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ആൻസറും കിട്ടുന്നുണ്ട്, ഓപ്ഷനുള്ള ആൻസറും ഉണ്ട്, പക്ഷെ അത് തെറ്റാണ്. അപ്പം നമ്മൾ ശരിക്കും ഡെസ്പ് ആവുന്നുണ്ട്, കാരണം ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ സ്ട്രെസ്ഡ് ആവും, കാരണം നമ്മൾ ഒരു വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പം ഇതിനൊരു റിസൾട്ട് വേണമല്ലോ, ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫെയിലിയർ ആയി പോയാൽ എന്താകും, അങ്ങനത്തെ കുറേ ടെൻഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മെൻറ്റർഷിപ്പിന് അഞ്ജു മിസ്സിനെ പോയി കാണും, മിസ്സിനോട് മിസ്സേ ഇങ്ങനെയാണ് അവസ്ഥ, ഇതെന്താ കിട്ടുന്നില്ലല്ലോ, സമയം പോകും, നമ്മുടെ ഒരു ടെൻഷനും ഉണ്ട്, പിന്നെ ഇത് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളവരുണ്ടായിരുന്നു. അപ്പം ഒരു കൺസേൺ ഇങ്ങനെ പറയുമ്പം മിസ് പറയും, ആതിര ഇങ്ങനെ ചെയ്യുക, ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ മിസ് ഒരു തവണ എന്നോട് പറഞ്ഞത്, എല്ലാ ദിവസവും വൈകിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരുമാതിരി നമ്മൾ ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ തരുന്ന പോലാണ്, ഇത്ര ഒരു ഗുളിക 3 വീതം 3 നേരം എന്നൊക്കെ പറയുന്ന പോലെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് ആ ഒരു ഫീലായിരുന്നു. ഞാൻ മിസ്സിനോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ തരുന്ന പോലെയാണ്. നമ്മളിവിടെ മെൻറ്റേഴ്സ് അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് മെൻറ്റേഴ്സ് മാത്രമല്ല, നമ്മളുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒരു മെൻറ്റേഴ്സിനെ പോലെ തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണേലും ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ, പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഫാക്കൽറ്റീസിനോടാണെങ്കിലും ചെന്ന് സംസാരിക്കാനുള്ളൊരു നമുക്ക് ആക്സസിബിൾ ആയിരുന്നു എല്ലാ ഫാക്കൽറ്റീസും. ഇപ്പോഴാണെങ്കിലും നമുക്കൊരു ഡൗട്ട് ഉണ്ട്, നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു ഡൗട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ചെന്ന് ചോദിക്കാൻ കുറേ ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കോഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ എപ്പോഴും ഗോകുൽ സാറ് വഴിയാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഗോകുൽ സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ടെൻഷൻ ആവുന്നു, കിട്ടുമെന്ന് തോന്നുന്നില്ല, ഞാനിനി എന്തോ ചെയ്യണം, നിർത്തിപ്പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സാർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, നമുക്കൊന്ന് പറഞ്ഞു തരാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു. അപ്പോൾ മറ്റെവിടെയെങ്കിലും പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടത്തില്ലായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റലിലോട്ട് നിൽക്കുന്നത്. ഞാൻ പഠിച്ചതെല്ലാം ഡേ സ്കോളറായിട്ടാണ്, വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ മാറിയിട്ടേ ഇല്ലായിരുന്നു എപ്പോഴും. പിന്നെ ഫുഡിൻ്റെ കാര്യം നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഫുഡാണ്. ഞാൻ അങ്ങനെ എല്ലാം ഒന്നും കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടോട്ട് മാറിക്കഴിഞ്ഞപ്പം നമ്മളുടെ ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിത രീതിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തു. അത് നമ്മുടെ ആ ഇനീഷ്യൽ ടൈമിൽ നമ്മളുടെ പഠിത്തത്തെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലതായിട്ട് പഠിക്കണം, നല്ല ശ്രദ്ധ വേണം, നമ്മൾ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലായി. അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ ഞാൻ ഫാക്കൽറ്റീസ് കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് ചോദിച്ചിരുന്ന ഹരിതയോടാണ്. നമുക്ക് നല്ലൊരു ഡൗട്ട് എപ്പോഴും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിനോടാണെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് റിപ്ലൈ തരും. അതിന് വിത്ത് എക്സ്പ്ലനേഷൻ തരും. മിക്കവാറും എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പല സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്താലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുമ്പം ചെയ്തിട്ട് ആൻസർ കിട്ടുന്നില്ല എന്നുള്ള സ്റ്റേജിൽ സാർമാർക്ക് അയക്കുമ്പോൾ അവർ പറയും ഇത് ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയും. അപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്, നമുക്കും കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ആ ഒരു ട്രാക്കിലാണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് അത് ഒരാളെന്നല്ല എല്ലാവരും, ഇപ്പം നിതിൻ സാർ ആണെങ്കിലും ഗോകുൽ സാർ ആണെങ്കിലും ജിഷ്ണു സാർ ആണെങ്കിലും ആനന്ദ് സാർ ആണെങ്കിലും FM ഒക്കെ എനിക്ക് അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അതൊരു സെമ്മിലുള്ളായിരുന്നു. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാനും ഇപ്പം ഗേറ്റ് എടുക്കുമ്പോൾ തന്നെ ഗേറ്റിൽ കുറേ എനിക്കിഷ്ടമില്ലാത്ത കുറേ സാധനം ഉണ്ടായിരുന്നു. മാത്സ് ഒക്കെ ആണെങ്കിലും അതൊക്കെ എക്സ്ട്രാ പഠിക്കണം. അപ്പം നമ്മളൊരു ബാച്ചിൽ പോവുകയാണെങ്കിൽ മാത്സ് ഇല്ലല്ലോ. അപ്പം എനിക്ക് വലിയൊരു ടെൻഷനായിരുന്നു. ഗേറ്റ് ബാച്ചിൽ കയറി കഴിഞ്ഞാൽ മാത്സ് പഠിക്കേണ്ടി വരും, FM ഒക്കെ പഠിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ സബ്ജക്ട്സ് എല്ലാം വളരെ നല്ല കോംപ്രിഹെൻസീവായിട്ട് പഠിപ്പിക്കുകയും ചെയ്ത് നമുക്ക് നല്ലതായിട്ട് മനസ്സിലായി. ഒരാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവിടുന്ന് എല്ലാ ഫാക്കൽറ്റീസും നമുക്ക് തരുന്നുണ്ടായിരുന്നു. അതൊരു ഏറ്റവും നല്ല സോഴ്സാണ്. ഇവിടുത്തെ ഏറ്റവും സിവിലിയൻസിലെ ഒരു ബെസ്റ്റ് തിങ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. അത് തന്നെ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും നല്ലതായിട്ട് അവർ പറഞ്ഞു തരും. നമ്മളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു പരീക്ഷയ്ക്കാണേലും ഒരു ഗേറ്റിൻ്റെ ഒരു എക്സാം എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യും, ആൻസേഴ്സ് കിട്ടും. പക്ഷേ ഇപ്പം 2024 ഗേറ്റ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്തില്ല. അന്ന് ഈ പറഞ്ഞ ഇതേ പ്രശ്നം തന്നെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ അന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, ഇക്വേഷൻസ് ഓർമ്മ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ആൻസർ ഓപ്ഷനിലും ഉണ്ട്, പക്ഷേ തെറ്റായിരുന്നു. അങ്ങനെ എനിക്ക് ആ വർഷം ഞാൻ ക്ലിയർ ചെയ്തിരുന്നില്ല. പിന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്തത് സിവിലിയൻസിൽ നിന്നാണ്. എനിക്ക് സിവിലിയൻസിൻ്റെ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഇവിടുത്തെ ഷോർട്ട് നോട്ട്സിൻ്റെ രീതിയാണ്. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും എഴുതുന്നത് നമുക്കതൊരു ആദ്യമൊക്കെ ഭയങ്കര ആവേശമാണ് തുടങ്ങുന്ന സമയത്ത് എഴുതാനും അതിനൊക്കെ. പിന്നീട് മടിയായി തുടങ്ങും. അപ്പം സാർമാർ ചോദിക്കും, ഷോർട്ട് നോട്ടും എല്ലാം ചെക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ആദ്യം എഴുതിയത്. പക്ഷെ പിന്നീട് എസ്പെഷ്യലി എക്സാം സമയം, ലാസ്റ്റ് എക്സാം സമയത്ത് ഡേറ്റ്സ് ഭയങ്കര ആ ഷെഡ്യൂൾ ടൈറ്റായ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് മാത്രം നോക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബെനിഫിഷ്യലാണ്. പിന്നെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസിൽ ചിലതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇപ്പം GT സാർ ആണെങ്കിൽ സാറ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസാണ് ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്താൽ എല്ലാം ആയി. നമുക്ക് എന്താ പറയുക, പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യപ്പോഴും നമുക്ക് നല്ല രീതിക്ക് ഐഡിയ കിട്ടും. പിന്നെ എപ്പോഴായാലും ഡൗട്ട് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇപ്പം നമുക്കൊരു ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കാട് കയറി പോകുമ്പം കുറേ എന്ന് വെച്ചാൽ ഒരു ഗേറ്റ് ഓറിയൻറ്റഡ് അല്ലാത്ത പോർഷൻസും നമ്മൾ കുറേ ഔട്ട്സൈഡ് പോർഷൻസും പഠിക്കും. അപ്പം അവർ കറക്റ്റിന് പറഞ്ഞു തരും, ഇന്നത് പഠിക്കണം, ഇങ്ങനെ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ലെവലും, ബേസിക് ലെവൽ തൊട്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ സാർമാരെല്ലാവരും നന്നായിട്ട് ആദ്യം നമുക്ക് ടൈം തരും. പിന്നെ നമുക്ക് അല്ലാണ്ട് സോൾവ് ചെയ്യും. പിന്നെ സാർമാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ഒരു ബുക്ക് വാങ്ങിച്ച് വെച്ച് പ്രീവിയസ് ബുക്ക് എപ്പോഴും കയ്യിൽ വേണം, അത് വർക്കൗട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആയിരുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓരോ ക്വസ്റ്റ്യൻസിനെയും നമ്മളെ തിയറി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ആ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുകൂടി ഇവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ
ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. കാരണം ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി വ്യത്യസ്തമാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ സിവിലിയൻസിന് നല്ലതായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ക്വസ്റ്റ്യന് ഈ ഒരു ആൻസർ അല്ലെ ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം ചിന്തിക്കാൻ. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്സ് കാണും. ഒരു ക്വസ്റ്റ്യനിൽ ഒരു വേർഡ് ഉണ്ടാവും, അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അതിൽ ഏത് ട്രാക്കിലൂടെ വേണം ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാനെന്നുള്ളത് ഇവിടുത്തെ ഫാക്കൽറ്റീസാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് എന്നെ ഗേറ്റ് എക്സാമിനാണ് അത് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു സ്കോർ മുന്നോട്ട് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാമിന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മുടെ സ്കോർ കൂടത്തുള്ളൂ. അതിന് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലാസ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു വലിയ ഡ്രീമൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഒരു വർഷം ഗേറ്റ് എഴുതി ഫെയിൽ ചെയ്ത ഒരാളാണ്. അപ്പം നമുക്ക് ഒരു പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ഗേറ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നൊക്കെയായിരുന്നു. പിന്നെ ക്ലാസ്സസൊക്കെ ഈ ഫാക്കൽറ്റീസൊക്കെ നമുക്ക് ഓരോ IITസിനൊക്കെ കഥകൾ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു കേട്ട് IIT മദ്രാസിനോടായിരുന്നു ഇഷ്ടം കൂടുതൽ. അങ്ങനെ IITകളിൽ എവിടെയും, കാരണം അപ്പോഴും IISc ഒന്നും നമ്മളുടെ മൈൻഡിലേ ഇല്ല. കാരണം അതൊരിക്കലും നമ്മളുടെ ഡ്രീമിന് പോലും നമ്മളൊരു ലിമിറ്റ് വെച്ചിരുന്നു. അങ്ങോട്ടൊന്നും ഡ്രീം ചെയ്ത് പോകണ്ട, അതൊന്നും കിട്ടില്ല. സോ നമ്മളൊരു റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു. നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്ന ഒരു IITയിൽ എവിടെയെങ്കിലും ഒരു MTechന് കയറുക, അങ്ങനെ ഒരു ചിന്താഗതിയിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഓരോ എക്സാംസ്, ഇവിടെ വീക്കിലി എക്സാംസ് ഉണ്ടായിരുന്നു. എക്സാംസിന് നമ്മളുടെ മാർക്ക് ഇടയ്ക്കൊന്ന് ആദ്യമൊക്കെ കുറവായിരുന്നു, നല്ല കുറവായിരുന്നു. അപ്പോൾ നമ്മളെ കൂടുതൽ സ്ട്രെസ് ആക്കിയിട്ടുണ്ട്. കാരണം മാർക്ക് കൂടുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. പിന്നെ പയ്യെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ പിന്നെയും കൂടുതൽ എഫേർട്ട് ഇട്ടു, കുറച്ചുകൂടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പം കിട്ടി. അതൊരു വലിയ സന്തോഷമാണ്. അപ്പം നമ്മൾ അത്രയും ആ ഒരു ജേർണിയുടെ ഒരു എൻഡ് ആവാറായപ്പോൾ, നമ്മൾ ഒരു ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളുടെ മാർക്കുകൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നും കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഇനിയിപ്പം കുറച്ചുകൂടെ വലിയത് ഡ്രീം ചെയ്യാം, ഒരു IIT ഉറപ്പായിട്ടും കിട്ടും എന്ന് നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു എക്സാംസ് നമ്മൾ ഓരോ സിവിലിയൻസിലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ നമ്മളുടെ മാർക്ക് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഏതായാലും ഒരു IITയിൽ കയറാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വീക്ക്ലി ടെസ്റ്റ് ആണെങ്കിലും ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും എല്ലാം നല്ല. നമ്മൾ ഇവിടെ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടൈമും എഫേർട്ടും നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് സിവിലിയൻസിൽ നിന്ന് ലഭിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ശരിക്കും ഞാൻ CETയിൽ തന്നെ MTechന് ജോയിൻ ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാനിലാണ് വന്നത്. ഞാൻ MTechൻ്റെ കൂടെ പാരലായിട്ട് ഞാൻ ഇവിടെ GATE+AE ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് AE പഠിക്കാം, MTechൻ്റെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് MTechന് പോകാം, എന്നിട്ട് AE പഠിക്കാം, അങ്ങനെ ഒരു രീതിയിലാണ് വന്നത്. പിന്നെ ഗേറ്റ് ക്വാളിഫൈ ആവുന്നത് നല്ലതല്ലേ, അങ്ങനെ ഒരു തുടക്കത്തിൽ അതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ MTechന് പോകണം, CET തന്നെ പോകണം, അങ്ങനെ ഇതിലെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ കളി ആകെ മാറി. ഇപ്പോൾ ഫാക്കൽറ്റീസ് ആയാലും അവർ പഠിച്ച NITസിൻ്റെ കഥ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് പോയാലോ, NIT എങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ അവർ അവിടെ പഠിച്ച ഇതുണ്ട്, ഫെസിലിറ്റീസ് ആയാലും ശരി, ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്യുന്നതിനാലും ശരി, അങ്ങനെ പറയുന്ന കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ആഗ്രഹം തോന്നും, പഠിച്ചാലോ അവിടെ. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം ഇട്ടത് അവിടെ നിന്നാണ്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഗേറ്റിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് ആവുകയാണ് ചെയ്തത്. തുടക്കത്തിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഇപ്പം 24-ൽ ഗേറ്റ് ക്വാളിഫൈ പോലും ആയില്ല. അതുകൊണ്ട് ഒരു വിശ്വാസമില്ലായിരുന്നു, ഇവൻ ക്വാളിഫൈ ആവും എന്നുള്ള കാര്യത്തിൽ പോലും വിശ്വാസമില്ലായിരുന്നു. കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ക്വസ്റ്റ്യൻസാണ്, പരിചയമുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ക്വാളിഫൈ ആവുന്ന ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ഞാൻ ഗേറ്റ് ബാച്ചിൽ കയറിയത് തന്നെ. നല്ല പാടുള്ള എക്സാമാണ്, പോയിട്ട് ശരിയാവില്ല. പിന്നെ ഇവരുടെ കഥകളൊക്കെ പറയുന്ന കേട്ടപ്പോൾ NITയിൽ അതുണ്ട് ഇതുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രമിച്ച് നോക്കാം, കിട്ടിയാൽ ഭയങ്കര കാര്യമല്ലേ. അപ്പം ഒന്ന് NIT വരെ എങ്കിലും എത്താൻ പറ്റിയാൽ, അങ്ങനെ ഒരു ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ. NITമാരെ IIT നോക്കിയാലോ, അങ്ങനെ ഒരു ഇത് തന്നെ. പിന്നെ ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെപ്പോഴും നമ്മളെപ്പോഴും ഹയസ്റ്റ് ഡ്രീം, സാറും എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് ഫസ്റ്റ് റാങ്ക് എപ്പോഴും നമ്മൾ എയിം ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പം അവർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു.
എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ IIT കയറിയാൽ IITs ആണ് NITസിനെക്കാട്ടി ഫെസിലിറ്റീസ് ആണ് IITസിൽ, പിന്നെ IISc ആയാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, മാത്രമല്ല കുറേ എക്സ്പോഷർ കിട്ടുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം, അങ്ങനെ ഒരു ഐഡിയ തന്നെ കൊണ്ടുവന്നത് ആ വഴിക്കാണ്. ഇവിടെ എപ്പോഴും മദ്രാസിനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു മദ്രാസ് പഠിക്കണമെന്നുള്ളത്. എന്നുവെച്ചാൽ ശരിക്കും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ഗേറ്റിന് മുമ്പായാലും ശരി ഗേറ്റിന് ശേഷമായാലും ശരി ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു മദ്രാസ് കിട്ടണേ. എന്ത് വന്നാലും എന്തിന് എക്സാം കഴിയുന്നതിന് മുമ്പ് വരെ സ്കോറായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത് കിട്ടാൻ ഇവിടെ മദ്രാസിൽ ഇതിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എത്ര സ്കോർ വേണം, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഡെയിലി നോക്കുമായിരുന്നു. ഈശ്വരാ ഇത്രയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഇതിലാണ് നിന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഡ്രീം കണക്കായിരുന്നു മദ്രാസിൽ എത്തണമെന്നുള്ളത്. ഡ്രീം കണക്കായിരുന്നു. IISc ആ ഡ്രീമിൻ്റെ അടുത്തേ ഇല്ലായിരുന്നു. കാരണം അത് വേറൊരു ഇതായതുകൊണ്ട് വിശ്വാസമില്ലായിരുന്നു, എനിക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് പിന്നെ പക്ഷെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, വിശ്വസിക്കാൻ പറ്റുന്നേ. അങ്ങനൊരു ഇതായിരുന്നു. IISc നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വന്നാ കിട്ടത്തില്ല, വെറുതെ എന്തിനാ ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തത് വേണ്ടാന്ന് വെച്ച് IITയിലോട് മാത്രം ഇങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ അവിടോട്ട് ഒതുക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് തലേന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു, മെയിൽ വന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഈശ്വര ഇതെന്താ, ആദ്യം മെയിലിൽ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പാനൽ കണ്ടപ്പം വിചാരിച്ചു ഇതെന്താ നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതും കറക്ഷൻ എന്തിനേലും വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അലോട്ട്മെന്റ് തുടങ്ങിയില്ലല്ലോ. ഇത് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വായിച്ചിട്ട് ഈശ്വര ഇത് ഓഫർ ലെറ്റർ ആണ്, എനിക്ക് അവിടേക്കുള്ള ഓഫർ ലെറ്റർ ആണ് വന്നേക്കുന്നത്, IISc ബാംഗ്ലൂരിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്, ഇനി ഞാനത് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സ്റ്റേജിലാണെന്നുള്ള ആ ഒരു റിയാലിറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനത് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിന്, സിവിലിയൻസിലെ ഫാക്കൽറ്റീസിന് അയച്ചു കൊടുത്തു. എന്നിട്ട് സാറിനോട് ഞാൻ ചോദിച്ചു, സാർ ഇതൊന്ന് വായിച്ചിട്ട് ഇതെന്താ ഇതിലെന്താണുള്ളതൊന്ന് വായിച്ചിട്ട് പറഞ്ഞു തരാം. എന്നിട്ട് ജിഷ്ണു സാറിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. സാർ എന്നിട്ട് ഇത് വായിച്ചിട്ട് സാർ പറഞ്ഞു ആതിര കൺഗ്രാറ്റ്സ്, ഇന്നപോലെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടിലാണെങ്കിലും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. പിന്നെ അമ്മയോടൊക്കെ പറഞ്ഞു. ആദ്യം കരുതിയ മെയിൽ സ്പാം ആണെന്ന്. കാരണം ഞങ്ങൾക്ക് ഒരു അഡ്മിഷൻ എന്ന് തന്നെയല്ലേ, 2-3 പ്രാവശ്യം ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്, അലോട്ട്മെന്റ് വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ഇതായിരുന്നോ ഞങ്ങൾക്ക്. ഭയങ്കര പിന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്ന അടുത്ത സെക്കൻഡിൽ ഞാൻ ഹരിതയാണ് വിളിച്ചത്. പിന്നെ ഹരിതയ്ക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി, കാരണം കൂട്ടുണ്ടല്ലോ, അതൊരു വലിയൊരു ഹാപ്പിനെസ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്കറിയാവുന്ന ഒരാളോട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതൊരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു സന്തോഷമാണ് കൂടെ നമുക്കറിയാവുന്ന ഒരാളെ കൂടെ ഉള്ളത്. പിന്നെ IIScയിൽ കിട്ടിയതിനപ്പുറം ഇതിന് അപ്ലൈ ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയൊരു മടി പിടിച്ച ഒരു കാര്യം. കാരണം IISc കിട്ടില്ലല്ലോ. അപ്പം ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്പം ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലോ മറ്റോ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന സമയത്താണേലും മടിയാണ്, പൈസയൊക്കെ മുടക്കി ഇത്രയും അപ്ലൈ ചെയ്യാൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഞങ്ങൾ മിക്കവാറും കോൺഫറൻസ് കോളിലിട്ടിട്ടാണ്, ഞങ്ങൾ വേറൊരു ഫ്രണ്ടിനോട് ഇപ്പം ഞങ്ങൾ കോൺഫറൻസ് കോളിലിട്ടാണ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾ വേണോ പൈസ പോവും അങ്ങനെ ഒരു ഇതിലാണ് വന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഗോകുൽ സാറിനെ വിളിച്ചു. സാറേ ഇങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ആതിര പോട്ടെ, 800 രൂപയില്ലേ പോട്ടെ, സാരമില്ല സഹിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ വീട്ടിൽ അമ്മയാണേലും പറഞ്ഞു ഇത്രയും മുടക്കിയില്ലേ, ഇനി ഇതാണോ, സാരമില്ല പോട്ടെ, അത്ര പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ വരുമെന്നോ അവിടെ പഠിക്കാൻ പറ്റുന്ന, അത് നമ്മൾ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ സ്വപ്നം കണ്ടതിലും വലിയൊരു ഓഫർ നമ്മളെ തേടി എത്തിയപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അതിന് ഈ ഒരു യാത്രയിൽ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. എൻ്റെ പേരൻസ്, എൻ്റെ ഫാമിലി, പിന്നെ നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും. ഇതിപ്പം നമ്മളുടെ ബിടെക്കിന് പഠിപ്പിച്ചവരാണെങ്കിലും ഇവിടെ സിവിലിയൻസിലെ ഫാക്കൽറ്റീസിനെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഇൻ്റർവ്യൂസിന് പോകുന്നതായാലും ശരി, ഏത് കോളേജ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് അവർ ശരിക്കും പറഞ്ഞ ക്ലാസ് പോലെ തന്നെ എപ്പോൾ വിളിച്ചാലും ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏത് കോളേജ് ചൂസ് ചെയ്യണം, ഏതിനൊക്കെ കൊടുക്കണം, പോണോ വേണ്ടേ, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അവരുടെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്, കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം. അവരെ കൊണ്ട് കഴിയുന്നതിൽ മാക്സിമം എല്ലാ ഫെസിലിറ്റീസും അവർ തന്നിട്ടുണ്ട് നമുക്ക്.
എനിക്കാണെങ്കിലും ഞാൻ ഇതുപോലെ ജിഷ്ണു സാറിനെ വിളിച്ചപ്പോൾ ജിഷ്ണു സാർ തന്നെ അവിടെ IISc കോൺടാക്ട് ചെയ്തു. സാറ് ആദ്യം എനിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്ത സാറാണ്. അവിടെ വിളിച്ച് ചോദിച്ചു, അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് ഒക്കെ സാറാണ് ചോദിച്ചത്. ഇങ്ങനെ എനിക്ക് ഇവിടുത്തെ ഫാക്കൽറ്റീസാണ് കൂടുതലും നമ്മളെ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്കാണ് നമുക്ക് ഇത്രയൊന്നും ഇവിടെ വരെ ഒന്നും എത്താൻ ഐഡിയ ഇല്ല, വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം IITs കേട്ടിട്ടുണ്ട്, NITs IITs കേട്ടിട്ടുണ്ട്. പക്ഷെ IIT വരെ നിൽക്കുക. IISc ആയാലും ശരി, ഏതാ ബെറ്റർ, അല്ലെങ്കിൽ IITs തന്നെ ഏതാ ബെറ്റർ, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇന്നത് ഇവിടെ ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു, എങ്ങനെ നമ്മൾ തിരിയണം എല്ലാം. ഞങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടൊരു സ്റ്റേജിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ അവർ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴും. നമ്മുടെ ലൈഫിൻ്റെ കറക്റ്റ് ടൈമിൽ നമ്മുടെ ലൈഫിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചത് സിവിലിയൻസ് ആണെന്നാണ് പറയാം. അത് കറക്റ്റ് ട്രാക്കിൽ നമുക്കൊരു നല്ലൊരു ലൈഫിലേക്കുള്ള ഒരു പുതിയൊരു കുറേ എക്സ്പോഷറും പുതിയ ആൾക്കാരും പുതിയ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി തരാനുള്ള ഒരു അവസരം ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മെൻറ്റർ ഷിഫാന മിസ്സായിരുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ അവസാനം ലാസ്റ്റ് ചൂടാവും. ഇതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ സ്റ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ മുന്നോട്ട് പോകണോ, എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ പഠിക്കാനൊട്ട് പറ്റുന്നില്ല. ഞാൻ ഡേ സ്കോളറായിരുന്നു. അപ്പോൾ എനിക്കതിന് ശേഷം കുറച്ച് നാൾ ഞാൻ ടൈമിങ് എനിക്ക് ഇഷ്യൂ ആയപ്പോഴത്തേക്കും കുറച്ച് നാൾ ഹോസ്റ്റലിലേക്ക് മാറി. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബുക്ക് പോലും തൊടാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. രാവിലെ വൈകിട്ട് വരിക, ബുക്ക് കൊണ്ട് ബാഗിൽ വയ്ക്കുക, അതേ കണക്കിന് രാവിലെ എടുത്തുകൊണ്ട് വരിക, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമേ. ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ള, ഷിഫാന മിസ്സിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ള. പക്ഷേ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് കുറച്ചേലും പുള്ളിക്കാരി അന്വേഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ ഓക്കെ ആയോ, ശരിയായോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോലും അത് പറയാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു വർഷം ഗേറ്റ് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞാൻ എൻ്റെയും കൂടെ കൊണ്ടിട്ടാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും പറയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഷിഫാനസിൻ്റെ അടുത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമാധാനമായി. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും ഈ ട്രാക്കിൽ നിന്ന് ഞാൻ വിട്ടങ്ങ് പോയി. എനിക്ക് നോക്കാനേ തോന്നുന്നില്ല, ഒരു മടുപ്പ് തോന്നിയൊരു സമയമുണ്ട്. പക്ഷേ മിസ്സിനടുത്ത് നിന്ന് സംസാരിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഓക്കെ ആയി. എന്ന് വെച്ചാൽ പിന്നീട് പഠിക്കാൻ പതുക്കെ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ നന്നായിട്ട് ഈ മെൻറ്റർഷിപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണമായി. ശരിക്കും മെൻറ്റർഷിപ്പ് എനിക്ക് ഏറ്റവും യൂസായിട്ട് തോന്നിയിട്ടുള്ള ആ സമയത്താണ്. മിസ്സിനോട് പറഞ്ഞപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ആ മിസ്സ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ആ തിരിച്ച് ട്രാക്കിലേക്ക് വരാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ആ കാര്യമാണ് മെൻറ്റർഷിപ്പിനെ കുറിച്ച്. പിന്നെ അഞ്ചു മിസ് എപ്പോഴും പറയുമായിരുന്നു, റിവിഷൻ്റെ സമയത്ത് ഇവിടെ കാണണേ. മിസ് എന്നും ക്ലാസ്സിൽ കയറി പറയും, ഞങ്ങൾക്ക് തന്നെ സങ്കടം വരുമെന്ന്. മിസ് വന്നിട്ട് റിവിഷൻ്റെ സമയത്ത് കാണണേ എപ്പോഴും പറയുന്നു. പക്ഷേ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് മടുത്തൊരു അവസ്ഥയാണ്. അവസാനം ഒരു ഡിസംബർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേണോ വേണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മടുപ്പാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ റിവിഷൻ പ്ലാൻ ശരിക്കും ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. റിവിഷൻ പ്ലാനിന് ഞങ്ങൾ എന്നും ചോദിക്കുമായിരുന്നു, റിവിഷൻ പ്ലാൻ ആയോ. പക്ഷെ അത് ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ എങ്ങനെ പറയാ, ഇപ്പം ഒരു സബ്ജക്റ്റ് 2 ദിവസം റിവിഷൻ അല്ലെങ്കിൽ 1 ദിവസം റിവിഷൻ അങ്ങനെയല്ലേ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ആയാലും. പക്ഷെ അതൊന്ന് കവർ ചെയ്ത് കിട്ടിയ ആ ടോപ്പിക്ക് തീർന്നൊരിതാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മന്ത്സ് എന്ന് പറയുന്നത് ആ ജനുവരി ഫെബ്രുവരി സമയത്താണ്. ആ റിവിഷൻ, ആ ഒരൊറ്റ മാസം, ജനുവരി ആ ഒരൊറ്റ മാസത്തെ റിവിഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൂടെ അങ്ങ് പഠിച്ചെത്തും. ഒരു ധൈര്യം വരും. ഫെബ്രുവരി പരീക്ഷ എഴുതാന്നുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ എൻജോയ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാനായാലും ശരി, അല്ലാണ്ട് ചായ കുടിക്കാനായാലും ശരി, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ താഴെ നിന്ന് ചായ കുടിക്കുന്നതായാലും ശരി, ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര ഒരു നല്ല രസമാണ് റിവിഷൻ ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ കുറേ പേരൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് ആയാലും നന്നായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. മാത്രമല്ല അവർ ഇങ്ങനെ എന്താ പറയാ, ക്ലാസ്സിലെ കണക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പോകില്ലായിരുന്നു. ചില ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ഉണ്ടല്ലോ, ആ ഒരു റിവിഷൻ ക്ലാസ്സിന് അത് വരാതിരുന്ന കഴിഞ്ഞാൽ അത് വലിയ മിസ്സിങ് ആണ്. ഇവിടുത്തെ റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലാസ്റ്റ് മൊമെന്റിലെ ഫാക്കൽറ്റീസ് കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയും. പക്ഷെ അത് നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തുമില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മെയിനായിട്ട് എക്സാമിന് ഉറപ്പായിട്ടും വരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും നമ്മൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരുന്നു എക്സാമിന്. കാരണം അന്ന് ആ റിവിഷൻ്റെ സമയത്ത് പറഞ്ഞ അത്രയും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ നമ്മുടെ ബ്രെയിനിൽ കുറച്ചുകൂടെ റിറ്റെയിൻ ചെയ്യുമല്ലോ, അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു. അവരന്നേരം
കുറച്ച് പേരുള്ളായിരുന്നോണ്ട് അന്നേരം കൂടുതൽ ഓരോരുത്തർക്കും വേണ്ടതായിട്ട് ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ കെയറിങ് ആയിരുന്നു അന്നേരം പറഞ്ഞു തരുന്നത്. അത് ഭയങ്കര ഇപ്പം 2 ദിവസം ഒരു ടോപ്പിക് കവർ ചെയ്യാൻ 2 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കുറേ മീൻസ് ഫുൾ സബ്ജക്റ്റ് ഇത്രയും നാളെടുത്ത് പഠിച്ച ഫുൾ സബ്ജക്റ്റ് ആ 2 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നു. പക്ഷെ ആ 2 ദിവസം എന്ന് പറയുന്ന അവർ എങ്കിലും ധൃതിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് പോയത്. ഇപ്പം ഒരു വർക്കൗട്ട് ഷീറ്റിൽ എത്ര ഉണ്ടായിരുന്നു, 50ഓളം ക്വസ്റ്റ്യൻസ്, 50-100ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ 100ഉം എല്ലാവർക്കും മനസ്സിലായി ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർ റിവിഷൻ കഴിഞ്ഞ് പോയിട്ടുള്ള. പക്ഷെ അത് ഭയങ്കര ആ സെയിം പോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന് കാണുമ്പോഴും ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്തതല്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അത്. മോക്ക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു ഫോർമലി എക്സാം എഴുതുന്ന അങ്ങനെ ഒരു ഇതുണ്ടായാലും അത് ഇവിടെ അല്ലാണ്ട് ഒരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പോയി എക്സാം എഴുതുന്നു അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. സ്ഥിരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമിൻ്റെ ആ ദിവസങ്ങളിൽ തന്നെ എക്സാമിൻ്റെ ഇപ്പം 2, 3, 4 ദിവസം മുമ്പ് മോക്ക് ടെസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ലാസ്റ്റൊക്കെ ആയപ്പോൾ ലാസ്റ്റ് ഒരു 10 days എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ നോട്ട്സ് പഠിക്കുക അങ്ങനത്തെ ഇതില്ലായിരുന്നു. നമ്മൾ കൂടുതലും മോക്ക് ടെസ്റ്റ് ഒരു ദിവസം 2-3 മോക്ക് ടെസ്റ്റ് വീതം ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഇക്വേഷൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല ഈ പോർഷൻ നമ്മൾ വീക്കാണ്, ഇക്വേഷൻ ഓർക്കാൻ പറ്റുന്നില്ല, അപ്പം തിരിച്ച് അവരുടെ ഷോർട്ട് നോട്ടിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോഴാണ് ശരിക്കും റിവിഷൻ ടൈമായിരുന്നു ഈ ഷോർട്ട് നോട്ട്. റിവിഷൻ അല്ല, ഈ മോക്ക് ടെസ്റ്റ് ടൈമാണ് ഷോർട്ട് നോട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള. ഈ ലാസ്റ്റ് ഡേയ്സിൽ ടൈം ഭയങ്കര ലിമിറ്റഡ് അല്ല, നോട്ട് നോക്കിയാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാവും, എവിടെ തുടങ്ങണം, ഇതൊക്കെ പഠിച്ചതാണോ, അങ്ങനെ ഒരു ഇത് വരുമായിരുന്നു. അപ്പം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കോൺസെപ്റ്റും പഠിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ഇതൊരു ഇപ്പം ചില മോക്ക് ടെസ്റ്റിൽ പുതിയ ക്വസ്റ്റ്യൻസ് കാണും, ഇങ്ങനെയും ചോദിക്കാന്നുള്ള രീതിയിൽ. അപ്പം നമുക്കത് അറിയില്ലെങ്കിൽ ഈ പോർഷൻ നമ്മൾ നോക്കി വെക്കണം. അങ്ങനെ മോക്ക് ടെസ്റ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഗേറ്റ് എക്സാമിന് പോയിരിക്കുന്നെങ്കിലും ഇത്രയും ഇതായിട്ടുള്ള ഒരു എക്സാമാണ് അങ്ങനെ ഒരു ഇതുണ്ടായില്ല. സ്ഥിരം മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ട്, അതേ കണക്കൊരു എക്സാം, അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഒരു ആദ്യത്തെ ആ എക്സാമിന് ഇപ്പം ഉച്ചയ്ക്കുള്ള എക്സാമിന് നമ്മൾ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ നമ്മുടെ സീറ്റിൽ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറിന് മുന്നേ വന്നിരിക്കുമല്ലോ. ആ ഒരു ടൈം ശരിക്കും നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ, നമുക്കൊരു ടെൻഷൻ ആവുന്നില്ലായിരുന്നു. സാധാരണ നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ഓക്കെ വളരെ ചില്ലായിട്ട് അങ്ങനെ ഒന്നും ഉറങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. ഉറങ്ങാതെ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് നമുക്കൊന്ന് ഒരു കൂൾ ഓഫ് ടൈം പോലെ നമുക്കൊന്ന് കാമായിട്ട് അവിടെ അത്രയും നേരം നമ്മൾക്ക് ഇരിക്കാൻ സാധിച്ചു. പിന്നെ എല്ലാ എക്സാമിനും സ്റ്റാർട്ടിങ് ഭയങ്കര പാടാണ് നമുക്ക് കിട്ടാൻ. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായാലും ശരി സ്റ്റാർട്ടിങ് കിട്ടാൻ ഭയങ്കര പാടാണ്. സ്പീഡ് കിട്ടാനായാലും എന്ന് വെച്ചാൽ എങ്ങനെ തുടങ്ങണോ എന്നുള്ളത്, ഇതിൽ നിന്ന് തുടങ്ങണോ എങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കാണില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ആ പ്രോബ്ലം ഭയങ്കരമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തത്, ഇവരെപ്പോഴും പറയുന്നത് ആദ്യത്തെ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തത് അല്ലെങ്കിൽ മൂന്നാമത്തെ, അങ്ങനെ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ പോലും കുഴപ്പമില്ല. അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ആദ്യ ക്വസ്റ്റ്യൻ ഇല്ല, കോൺഫിഡൻസ് പോവാണ്ട് തന്നെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ എവിടെ ആയിരിക്കുന്നോ അവിടെ നമ്മളുടെ ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് 100% ഒരു ഹാപ്പി മൈൻഡോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഒരു റിട്ടേൺസ് വളരെ സ്വീറ്റർ ആയിരിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വൺസ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് യുവർ ടൈം, അതിന് ഉറപ്പായിട്ട് റിട്ടേൺസ് കിട്ടും. എനിക്കത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു പ്രോപ്പർ ഗൈഡൻസും നമ്മൾ എഫേർട്ട് ഇടാനും തയ്യാറാണെങ്കിൽ എന്തായാലും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ ഗേറ്റ് ആസ്പിറൻസിനും ഓൾ ദി ബെസ്റ്റ്.